ശിവപാർവതി പാർട്ട് 15. വേണം എന്നുള്ളവർ മാത്രം കഴിച്ചാൽ മതി. മുത്തശ്ശി ഗൗരവത്തെ പറഞ്ഞതും ബാക്കിയുള്ളവർ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങാൻ നേരമായതും പാറു, ടൈം ഒത്തിരിയായി, ഇറങ്ങി ഓടേണ്ടി വരും, ഇല്ലെങ്കിൽ ബസ് കിട്ടില്ല. കോളേജിലേക്കുള്ള ഭക്ഷണം ബാഗിലേക്ക് വെച്ചുകൊണ്ട് ആതിര ധൃതിയിൽ പറഞ്ഞു. ശിവേട്ടൻ കൊണ്ടുവിടും. പാറു അത് പറഞ്ഞതും ഹാളിലുള്ള എല്ലാവരും അത് കേട്ട് അവളെ തിരിഞ്ഞു നോക്കി. ശിവൻ കയ്യും കൈകി ഹാളിലേക്ക് വന്നു. ശിവേട്ടൻ കോളേജിലേക്ക് വിടാമെന്ന് പറഞ്ഞോ? ആതിര അത്ഭുതത്തോടെ ചോദിച്ചു. പാറു പുഞ്ചിരിച്ചുകൊണ്ട് അതേ എന്ന് തലകുലുക്കിക്കൊണ്ട് കാണിച്ചു. ശിവൻ നേരെ പുറത്തേക്കിറങ്ങി. ഞങ്ങൾ ഇറങ്ങുക. പോയി വാ മക്കളെ. അവൻ ഇറങ്ങിയതും പുറകെ ഇവരും ഇറങ്ങി. ശിവന് ഒത്തിരി മാറ്റങ്ങളെല്ലാം വന്നുവല്ലേ അമ്മേ? ഭദ്രൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഇപ്പോഴാണ് കുറച്ച് സമാധാനമായേ. അവന്റെ സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തി എന്ന് അവൻ പറഞ്ഞതിനെ തുടർന്ന് അവനെ കാണുമ്പോൾ എല്ലാം അതാണ് എൻ്റെ മനസ്സിൽ ആദ്യം വരിക. വല്ലാത്തൊരു വേദന തോന്നാറുണ്ടായിരുന്നു. മുത്തശ്ശി ഒരു വിഷമത്തോടെ പറഞ്ഞു. ശരിയാണ്, അതിനുശേഷമാ അവൻ ഇങ്ങനെയായത്. പക്ഷേ ഇപ്പൊ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് അവന്. വിശ്വനാഥനും അത്ഭുതത്തോടെ പറഞ്ഞു. പക്ഷേ ഗീതമോൾ ആലോചിക്കുമ്പോഴാണ്. അവൾക്ക് നീതയുടെ അതേ പിടിവാശുള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും അവൾ തണുക്കില്ല. പാറുമോളുടെ ആ കുടുംബത്തെ പറ്റി അമ്മക്കറിയാമായിരുന്നു. പാനു അത് ചോദിച്ചതും അറിയാം. പാറുമോള് മിടുക്കിയ നല്ല ജോഡികളാണ് അവർ. അത് കേട്ടതും ആദിയുടെ ഉള്ളിൽ ഒരു പിടച്ചിൽ രൂപപ്പെട്ടു. അത് കേട്ടതും അവൻ അവിടെ നിന്നും മുകളിലേക്ക് കയറി. പക്ഷേ അവന്റെ ഭാവമെല്ലാം ഗീത മുകളിൽ നിന്നും വീക്ഷിച്ചു. അവന്റെ ആ ഭാവം കണ്ടതും അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശിവൻ വണ്ടിയെടുത്തതും ആതിര പുറകിലും പാറു മുമ്പിലുമായിട്ട് കയറി. പാറുവിന്റെ നെഞ്ചിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു. അത് അവളുടെ മുഖത്തും തെളിഞ്ഞു നിന്നു. ശിവൻ ഇടയ്ക്കിടക്ക് അവളെ ശ്രദ്ധിക്കുന്നത് പുറകിൽ നിന്നും ആതിര ശ്രദ്ധിച്ചിരുന്നു. ഹലോ, എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ സെറ്റായേ? ആതിര പുറകിൽ നിന്നും ചോദിച്ചു. അത് കേട്ട് പാറു ഒന്നും മിണ്ടിയില്ല. ശിവനും ഒന്നും മിണ്ടിയില്ല. എന്നാലും ഇത്രക്ക് മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നൊരു കല്യാണം, പിന്നെ ഇങ്ങനെയൊക്കെ മാറുക എന്നൊക്കെ പറഞ്ഞ എന്റെ പാറുവേ, ഇന്ന് കോളേജിലുള്ളവർ നിന്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കില്ല. ഇന്ന് ആ സ്റ്റീഫൻ പുതിയ പ്രശ്നമായി വാ. പെട്ടെന്ന് പറഞ്ഞത് പകുതി വെച്ച് അവൾ നിർത്തി. പാറു പുറകിലേക്ക് തിരിഞ്ഞ് കണ്ണുകൊണ്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് എല്ലാം കേട്ട് ഗൗരവത്തിലിരിക്കുന്ന ശിവനെ ആതിര ശ്രദ്ധിക്കുന്നത്. അത് കണ്ടതും അവളൊന്ന് നാവ് കടിച്ചു. ഷടാ, ശിവേട്ടനെ ഞാൻ ശ്രദ്ധിച്ചില്ല. പതിയെ പാറുവിനോട് നാവിളക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ശിവൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. പിന്നീട് കോളേജിൽ എത്തുന്നത് വരെ ആരും ഒന്നും മിണ്ടിയില്ല. കോളേജിലേക്ക് എത്തിയതും ആതിര ചാടി ഇറങ്ങി. പാറു ശിവനെ ഒന്ന് നോക്കി. പോയി വരാം. പാറു ഒരു മടിയോടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. അപ്പോഴെല്ലാം ശിവൻ അവളെ തന്നെ നോക്കുമായിരുന്നു. അവർ രണ്ടുപേരും ഇറങ്ങി നടക്കുന്നത് ശിവൻ കാറിൽ നിന്നും നോക്കി നിന്നു. ആരാണ് സ്റ്റീഫൻ എന്ന സംശയം അവനിൽ ഉണ്ടായിരുന്നു. ആദി അവന്റെ മുറിയിൽ അവന്റെ ഫോണിൽ പാറു അറിയാതെ അവളെ എടുത്ത ഫോട്ടോസ് തന്നെ നോക്കി നിൽപ്പാണ്. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒത്തിരി ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ട് ഇപ്പോഴും മറക്കാനാവുന്നില്ല എനിക്ക്. നീ ശിവേട്ടന്റെ പെണ്ണാണ്. എനിക്ക് അംഗീകരിക്കാനാവുന്നേയില്ല. നിന്നെ എൻ്റെ വധുവായി കൊണ്ടുവന്നിരുന്നെങ്കിൽ എല്ലാവരും നിന്നെ അംഗീകരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. അന്ന് നിന്നെ ഇറക്കി വിടുമ്പോൾ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. എനിക്ക് മറക്കാൻ കഴിയുന്നേയില്ല. ശിവേട്ടനോട് ദേഷ്യം തോന്നുക, എന്തെന്ന് പോലും അറിയാതെ. അപ്പോഴാണ് അവന്റെ വാതിൽ ആരോ മുട്ടുന്നത്. അവൻ പെട്ടെന്ന് എണീറ്റ് മുഖമെല്ലാം തുടച്ചുകൊണ്ട് അവൻ വാതിൽ തുറന്നു. വാതിൽ തുറക്കുമ്പോൾ അവിടെ ഗീത നിൽപ്പുണ്ടായിരുന്നു. ഹതിയേട്ടാ, ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ? അവനൊന്ന് താല്പര്യമില്ലാതെ മോളി. ആദിയേട്ടൻ എന്തു ചെയ്യുക? ഗീത മുറിയിൽ കയറി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ ദേഷ്യത്തോടെ, നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ വന്നേ? ചൂടാവാതെ പറയാ.
അവൾ അതും പറഞ്ഞ് മുറി മുഴുവൻ ചുറ്റി നോക്കി നടന്നതും അവൾ ആഗ്രഹിച്ചത് കയ്യിൽ കിട്ടിയ പോലെ അവൾ പെട്ടെന്ന് അവന്റെ ബെഡിലുള്ള അവന്റെ ഫോൺ കയ്യിലെടുത്തു. അവനത് കണ്ടത്, ഗീത എന്റെ ഫോൺ തന്നെ. അങ്ങനെ അങ്ങ് തരാൻ പറ്റുമോ? നിനക്ക് എന്താ ഗീത വേണ്ടത്? നിനക്ക് എന്തിനാ എന്റെ ഫോൺ? നീ എന്റെ ഫോണും തന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നൊരു മറുപടി തന്ന ഞാൻ പോകും. എന്ത്? നിനക്ക് ആ പാർവതിയെ ഇഷ്ടമായിരുന്നു അല്ലേ? അത് കേട്ടതും ആദ്യം ഒന്ന് ഞെട്ടി. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. നിനക്കെന്താ വേണ്ടേ? അത് കേട്ടതും അവളൊന്ന് പുച്ഛിച്ചു. അങ്ങനെ ഒന്നുമില്ലാത്തത് കൊണ്ടാവും ഫോണിൽ അവളുടെ ഫോട്ടോസ് അല്ലേ? ഗീത, നീ വെറുതെ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കാതെ എന്റെ ഫോൺ തരുന്നുണ്ടോ? ഇല്ല, തരുന്നില്ല. ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞാ നോക്കാം എന്ത് വേണമെന്ന്. ഗീത, നീ ഇപ്പോ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ നിൽക്കാതെ. എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾ ശിവേട്ടന്റെ ഭാര്യയാണ്. നിനക്ക് നാണമില്ലേ? അവൾ ശിവന്റെ ഭാര്യയാണെന്ന് പറയാൻ? ഇത്രയേ ഉള്ളോ നിന്റെ പ്രണയം? നിനക്ക് അവളെ വേണോ? അത് കേട്ട് അവൻ ഞെട്ടിക്കൊണ്ട് ഗീതയെ നോക്കി. നീ എന്റെ കൂടെ നിന്നാൽ ശിവേട്ടന് എനിക്കും പാർവതിയെ നിനക്കും കിട്ടും. എന്തു പറയുന്നു നീ? ഗീത, നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിനക്കിനി എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഗീത ഫോൺ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുന്നതിന്റെ ഇടയിൽ അവൾ തിരിഞ്ഞ് അവനെ നോക്കി. ജീവിതം ഒന്നേ ഉള്ളൂ. നീ ആഗ്രഹിക്കുന്നവരുടെ കൂടെ ജീവിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയാൽ നീ വാ, ഞാനുണ്ടാവും കൂടെ. അവൾ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. ആദി എന്തോ ആലോചിച്ച് അങ്ങനെ നിന്നു. പാറുവും മാതിരിയും കോളേജിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആദ്യം കടന്നത് സ്റ്റീഫനെയും കൂട്ടുകാരെയുമാണ്. പാർവതിയെ ഇങ്ങനെ കണ്ടതും സ്റ്റീഫനും കൂട്ടുകാരും ഒന്ന് ഞെട്ടി. അതുമായി വന്ന ആരവും ഇത് കണ്ടിരുന്നു. അവനും അത്ഭുതത്തോടെ അവളെ നോക്കി. അവളും മാതിരിയും അതൊന്നും ശ്രദ്ധിക്കാതെ അവരുടേതായ സംസാരത്തിലുമായിരുന്നു. മോളെ പാറുവേ, നിന്നെ ആ സ്റ്റീഫൻ നോക്കുന്നുണ്ട്. പാറുവിനെ നോക്കുന്ന സ്റ്റീഫനെ കണ്ടതും ആതിര പറഞ്ഞു നിർത്തി. എന്റെ ദേവി, ഇവനോട് ഇനി എന്തു പറഞ്ഞാ മനസ്സിലാക്കേണ്ടത്? ശരിയാണ്, കല്യാണം കഴിഞ്ഞു എന്ന് കേട്ടാനെങ്കിലും അവൻ ഒഴിഞ്ഞു പോകും എന്ന് വിചാരിച്ചാണെങ്കിൽ അവനതെങ്ങനെ അറിയാനാ? നീ പറഞ്ഞാൽ അവൻ വിശ്വസിക്കുമോ? അറിയില്ല. എന്തായാലും ശരി, അവനെ ശ്രദ്ധിക്കാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പക്ഷേ അവൻ നമ്മുടെ നേരെ വരുന്നുണ്ട് മോളെ പാറു. മുന്നോട്ട് നോക്കിയ ആതിര അത് കണ്ടിരുന്നു. എന്റെ പാർവതി എന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. നിന്നെ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. നിന്റെ ഭംഗി ഒന്നും കൂടെ കാണുന്ന പോലെ. അവളെ അടിമുടി നോക്കിക്കൊണ്ട് ഒരു വഷളം ചിരിയോടെ സ്റ്റീഫൻ താടി ഒഴിഞ്ഞുകൊണ്ട് അത് പറഞ്ഞതും അവൾക്ക് ദേഷ്യം വന്നു. അവൾ അവിടെ നിന്നും മാറി പോകാൻ നിന്നതും അവൻ അവളുടെ മുമ്പിൽ നിന്നു. അങ്ങനെ അങ്ങ് പോകാതെ ഞാൻ കാണട്ടെ. സ്റ്റീഫൻ, ഇങ്ങനെയുള്ള സംസാരം എൻ്റെ അടുത്ത് വേണ്ടാന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിന്നെ കൊണ്ടേ ഞാൻ പോകും. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നീ സ്റ്റീഫന്റെ പെണ്ണാണ്. ഓ, ഈ ഡയലോഗെല്ലാം പണ്ട്. ഇതിപ്പോ ഇവിടെ ആവശ്യമില്ല. അവൾ എൻ്റെ ഏട്ടന്റെ പെണ്ണാണ്. ആതിര പറയുന്നത് കേട്ടതും സ്റ്റീഫനും കൂട്ടുകാരും മുഖം ചുളിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആതിര, എന്നോട് കളിക്കാൻ നിൽക്കരുതെന്ന്. നിന്റെ ഏട്ടനല്ല, അതിനും വലിയ ഒരാൾ വന്നാലും ഇവളെ ഞാൻ സ്വന്തമാക്കും. സ്റ്റീഫൻ, എന്റെ വിവാഹം കഴിഞ്ഞതാണ്. നീ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ നിൽക്കേണ്ട. ആഹാ, പുതിയ കോമഡി. ഞാൻ വിശ്വസിച്ചു. നീ ഇവളുടെ വീട്ടിലെ വെറുമൊരു വേലക്കാരിയാണെന്ന് എനിക്കറിയാം പാർവതി. എന്നിട്ടും ഞാൻ എൻ്റെ കൂടെ ജീവിക്കാൻ വിളിച്ചിട്ട് നിനക്ക് ഇത്ര പുച്ഛമോ? നിന്നെ ഇവിടെ നിന്നും ഒന്ന് പൊക്കിയെടുത്തു കൊണ്ടുപോകാൻ അറിയാഞ്ഞിട്ടല്ല. കൊണ്ടുപോയാലും ആരും ചോദിക്കാനും പറയാനുമില്ല എന്നും എനിക്ക് നന്നായി അറിയാം. എന്നിട്ടും ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നത് ഈ കോളേജ് ഒന്ന് കഴിയാൻ വേണ്ടി മാത്രമാണ്. അവന്റെ വാക്കുകൾ കേട്ട് ആതിരയും പാറുവും ഒന്ന് ഞെട്ടി. നിന്നെ ഒന്ന് തൊട്ടാ പോലും ആരും ചോദിക്കാനും പറയാനും വരില്ല. അവൻ അതും പറഞ്ഞ് പാറുവിന്റെ ചുമരിൽ കൈവച്ചതും അവളൊന്ന് ഞെട്ടി. അവന്റെ മുഖം അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് താഴ്ന്നു വന്നതും അവളുടെ കൈ അവന്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. അത് കണ്ട് അവൻ ഞെട്ടി. എന്നെ ശ്രദ്ധിക്കാൻ എനിക്കറിയാം സ്റ്റീഫൻ.
ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തിയത്. ഡി, ഞാൻ നിന്നെ ഒന്ന് തൊട്ടപ്പോ തന്നെ നിനക്ക് ഇഷ്ടമായില്ല അല്ലേ? എന്നാ ഇനി ഞാൻ കാണിക്കുന്നത് തടയാൻ പറ്റുമെങ്കിൽ ഒന്ന് തടഞ്ഞു കാണിക്കുന്നേ. സ്റ്റീഫൻ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട, ആതിര ഒരു ഭയത്തോടെ പറഞ്ഞതും അവൻ പെട്ടെന്ന് പാറുവിന്റെ കൈകൾ പുറകിലേക്ക് പിടിച്ചതും വിടാൻ കിടന്ന് പിടക്കാതടി. അത് പറഞ്ഞ് അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് താഴ്ന്നു വന്നതും വിടടാ അവളെ. ആതിര ദേഷ്യത്തോടെ അവനെ പിടിച്ചു വലിച്ചു. അപ്പോഴേക്കും അവന്റെ കൂട്ടുകാർ ആതിരയെ പിടിച്ചു വെച്ചു. എന്നെ വിട് സ്റ്റീഫൻ, പ്ലീസ് എന്നെ വിട്. അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു വന്നിരുന്നു. വിടാൻ, എന്റെ പാറുവിനെ വിടാൻ. അവന്റെ മുഖം അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും സ്റ്റീഫനെ ആരോ ചവിട്ടി തെറിപ്പിച്ചിരുന്നു. തുടരും.